ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അത്തിലെ 21ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും മഞ്ഞത്ത് അങ്ങോട്ട് ഒരു കുട്ടി വരികയാണ്. ഇതേ സമയം തന്നെ ആ കുട്ടി പറയുകയാണ് എനിക്ക് ഇവരുടെ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ ആ കുട്ടി കാല് തന്നെ അവിടെ വീഴുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് അവിടെ നിന്ന് എഴുതേക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാശത്തോണ്ട് നോക്കി കിടക്കുവാണ്. ഇതേ സമയം തന്നെ ഈ കുട്ടിയുടെ അമ്മ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, എടാ റൂയി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയൊന്നും നടക്കല്ലെന്ന്, നിനക്ക് നടക്കാനൊന്നും കഴിയത്തില്ലെന്ന്. നമ്മുടെ റൂയിക്കാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ചെറിയ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരാളുടെ സഹായമില്ലാതെ അവന് നടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി അവൻ വളരെയധികം വിഷമിച്ച് ഒരു രാത്രിയിൽ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ അങ്ങോട്ട് മൂസാൻ വരികയാണ്. ഇവന്റെ വിഷമമൊക്കെ കണ്ടുകൊണ്ട് തന്നെ മൂസാന്റെ ബ്ലഡ് ഇവന് കൊടുക്കുവാണ്. അങ്ങനെ അവനൊരു ഡീമനായി മാറുകയാണ്. അങ്ങനെ റൂയി ഒരു ഡീമനായി മാറുകയാണ്. അങ്ങനെ രാവിലെ മുഴുവനും വീട്ടിനകത്തും അതുപോലെ തന്നെ വൈകിട്ട് ഒരു ഡീമനായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റൂയിയുടെ അച്ഛൻ ഇത് കണ്ടുപിടിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ റൂയിയുടെ അച്ഛൻ നമ്മുടെ റൂയിയെ വളരെയധികമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് റൂയിയുടെ അമ്മ അവിടെ കിടന്ന് കരയുകയാണ്. ഇതേ സമയം തന്നെ റൂയി ഡീമനാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണപ്പോൾ അവൻ്റെ അച്ഛനും ആ വെള്ളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. പക്ഷെ അവൻ്റെ അച്ഛൻ മരിച്ചു പോവുകയാണ്. ആ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂയിയുടെ ജീവിതത്തിൽ ഇത് തിരിച്ചായിരുന്നു. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയുന്ന അച്ഛന് പകരം സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അച്ഛനെയാണ് കാണുന്നത്. പിന്നെ റൂയി ഒന്നും വിചാരിക്കത്തില്ല, അച്ഛനെയും അമ്മയെ അങ്ങ് റൂയി കൊന്നു കളയും. എന്നിട്ട് നമ്മുടെ റൂയി ആണെങ്കിൽ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ റൂയി പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയത്? എനിക്ക് തോന്നുന്നു നിങ്ങളല്ലായിരിക്കും എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് വിചാരിക്കുവാണ് നമ്മുടെ റൂയി. ഇതേ സമയത്ത് തന്നെ മരിക്കാറായി കിടന്ന അവൻ്റെ അമ്മ റൂയിയോട് പറയുകയാണ്, എടാ റൂയി, എനിക്ക് നിനക്കൊരു നല്ല ശരീരം തരാൻ സാധിച്ചിട്ടില്ല, നല്ലൊരു ആരോഗ്യമുള്ള ശരീരം എനിക്ക് നിനക്ക് തരാൻ സാധിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണേ റൂയി. അതുമാത്രമല്ല, നിന്നെ ഞങ്ങൾ നോക്കി വളർത്താതെ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതിനും ക്ഷമിക്കണേ, എന്നിട്ട് ഞങ്ങൾക്കും മരിക്കാനായിരുന്നു എന്ന് പറയുകയാണ് അവൻ്റെ അമ്മ. പക്ഷെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു, ഞങ്ങളോട് ക്ഷമിക്കണേ റൂയി എന്ന് റൂയിയുടെ അമ്മ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റൂയിയുടെ ഓർമ്മ തിരിച്ചു വരികയാണ്. ഇതേ സമയം തന്നെ റൂയി വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൊന്നല്ലോ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് മൂസാൻ വരികയാണ്. അങ്ങനെ മൂസാൻ റൂയിയെ സമാധാനപ്പെടുത്തുവാണ്, നീ ഇപ്പം നിന്റെ അച്ഛനും അമ്മയും കൊന്നു, ഇനി അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കാൻ പറയുകയാണ് നമ്മുടെ മൂസാൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസന്റ് ആണ്. തന്നെ നമ്മുടെ ജിയോ റൂയിയുടെ തല വെട്ടുകയാണ്. റൂയിയുടെ തല വെട്ടിപ്പോകാൻ നേരത്താണ് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ റൂയിയുടെ ഭസ്മമായിക്കൊണ്ടിരിക്കുന്ന ശരീരം വെച്ച് നമ്മുടെ താൻസ്രോയുടെയും നെസ്കോന്റെ അടുത്തും പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് റൂയി താൻസ്രോ എടുത്തോട്ട് പോകുന്നത്. ഞാനൊരു നല്ല ഫാമിലി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകാൻ നേരത്ത് പോലും എൻ്റെ അടുത്ത് വന്ന് കരയാൻ ആരും എൻ്റെ അടുത്തില്ല. അതുമാത്രമല്ല, എനിക്ക് ഇവിടെ രണ്ടുപേരെ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ റിയൽ ഫാമിലിയെക്കുറിച്ച് ഓർമ്മ വന്നത്. എനിക്ക് ഇവരെ പോലെ തന്നെ ഒരു നല്ല ഫാമിലി ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോ എടുത്തോട്ട് റൂയി കൈ നീട്ടുകയാണ്. ഈ റൂയി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം സങ്കടം വരുവാണ് നമ്മുടെ താൻസ്രോയ്ക്ക്. വളരെയധികം കരഞ്ഞുകൊണ്ട് ിരിക്കുകയും കൂടാണ് നമ്മുടെ താൻസ്രോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റൂയിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവനെ കൈയെടുത്തിട്ട് അവൻ്റെ പുറത്തേക്ക് വെക്കുകയാണ്. നമ്മുടെ റൂയിക്ക് ഇത് വെക്കാൻ നേരത്ത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് തന്നെ ഉള്ള കൈയായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ റൂയിക്ക് അവൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെ അടിമ ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛനെയും അമ്മയെ പോലെ തന്നെ വളരെയധികം നല്ലൊരാൾ തന്നെയാണ് താൻസ്രോയും, അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ വളരെയധികം സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ റൂയിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനോടും അമ്മയോടും സോറി പറയണമെന്ന്. ഇത്രയും തെറ്റുകൾ ചെയ്തതുകൊണ്ട് തന്നെ റൂയി നരകത്തിൽ പോകുന്ന റൂയിക്ക് മനസ്സിലായി. പക്ഷെ റൂയി കാണുന്നത് അവൻ്റെ അച്ഛനും അമ്മയും അവനോട് ക്ഷമ ചോദിക്കുന്നതാണ്. ഞങ്ങളോട് ക്ഷമിക്കടാ, നിന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്, നീ എങ്ങോട്ട് പോയാലും ഞങ്ങളും കൂടെ ഉണ്ടാവൂടാ എന്ന് റൂയിയോട് പറയുകയാണ് അവൻ്റെ അച്ഛനും. അങ്ങനെ ഡീമന്റെ രൂപത്തിലിരുന്ന റൂയി തിരിച്ച് ശരിക്കുള്ള റൂയിയുടെ രൂപത്തിൽ വരികയാണ്. അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂയി. ഇതേ സമയം തന്നെ ആ ഡീമൻ അവിടെ നിന്ന് ഭസ്മമായിട്ട് തന്നെ പോവുകയാണ്. പക്ഷെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ആ ഡീമന്റെ മണ്ടയ്ക്ക് കൈവച്ചുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ജിയോ ആണെങ്കിൽ അവിടെ വന്നിട്ട് ആ ഡീമന്റെ ഡ്രസ്സിന്റെ മണ്ടയ്ക്ക് ചവിട്ടി നിന്നിട്ട് പറയുകയാണ്, നീ വെറുതെ ഈ ഡീമനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡീമൻ ഒരുപാടധികം ആൾക്കാരെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മുടെ താൻസ്രോ കേൾക്കത്തില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ ഡീമന്റെ ആഗ്രഹവും മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ്. എല്ലാ ഡീമനും ഒരു വിഷമകരമായിട്ടുള്ള സാഹചര്യം കാരണമാണ് ഡീമനായി മാറുന്നത്. ആർക്കും ഡീമൻ ആകണമെന്ന് വിചാരിച്ചല്ല ആകുന്നത്, അവരുടെ വിഷമകരമായിട്ടുള്ള സാഹചര്യം കാരണമാണ് ഡീമൻ ആകുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ജിയോ നെസ്കോനെ കാണുന്നത്. നെസ്കോനെ കണ്ടുടനെ തന്നെ നമ്മുടെ ജിയോയ്ക്ക് മനസ്സിലാവുകയാണ്, ഇത് ഞാൻ 2 വർഷം മുമ്പ് രക്ഷിച്ച നമ്മുടെ താൻസ്രോ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് തന്നെ ഇവൻ ഇത്രയും വളർന്നോ എന്നൊക്കെ
ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിയോ. സമയത്ത് തന്നെ നമ്മുടെ ജിയോയുടെ അടുത്തേക്ക് നമ്മുടെ ഷിനുബുവിൻ്റെ ബട്ടർഫ്ലൈ വരികയാണ്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോയ്ക്ക് മനസ്സിലാവാണ് ഇങ്ങോട്ട് ഷിനുബു വരുന്നുണ്ട്, അതും ഈ ഡീമനെ കൊല്ലാൻ വേണ്ടിയാണെന്ന്. നമ്മുടെ ഷിനുബു ഓടിച്ചാടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ജിയോ ആണെങ്കിൽ അത് നൈസായിട്ട് തന്നെ അങ്ങ് തട്ടിവിടും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു ആണെങ്കിൽ ജിയോനോട് ചോദിക്കുവാണ്, നീ ഒരു ഡീമൺ സ്ലെയർ അല്ലേ, നീ എന്തിനാ ഒരു ഡീമനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ നോക്കി ഒരിക്കലും ഒരു ഡീമനും മനുഷ്യരും തമ്മിൽ ജീവിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഡീമനെ കൊല്ലാൻ പോവാന്ന് നമ്മുടെ ജിയോനോട് ഷിനുബു പറയുവാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സെനിറ്റ്സു ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തുള്ള വേറെ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അവർ മരുന്നൊക്കെ കുത്തിവെച്ച് രക്ഷിക്കുന്നു. നോക്കിയിരിക്കുന്ന സമയത്താണ് ആ ഡീമൺ സ്ലേയേഴ്സിനൊക്കെ മനസ്സിലാവുന്നത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺസിനെ കൊന്നത് നമ്മുടെ സെനിറ്റ്സു ആണെന്ന്. സെനിറ്റ്സു വളരെയധികം ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെനിറ്റ്സുവിനെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ് പാസ്റ്ററൊക്കെ വെച്ച് കെട്ടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സൈഡിലോട്ട് കൊണ്ട് കിടത്തുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷിനുബുവിനെയാണ്. ഷിനുബു നമ്മുടെ ജിയോനോട് പറയുകയാണ്, നീ വെറുതെ എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാതെ നീ അവിടെ നിന്ന് മാറിയിരിക്കുക, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ ഡീമനെ കൊന്നിരിക്കും, എൻ്റെ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് നമ്മുടെ ജിയോനോട് ഷിനുബു പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോ പറയുകയാണ്, എനിക്കിതിൻ്റെ വഴിയിൽ കയറുന്നതാണ് ഇഷ്ടം. ഇതൊക്കെ കേട്ടാ നമ്മുടെ ഷിനുബു പറയുന്നുണ്ട്, എനിക്കും നിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം, എന്തൊക്കെ സംഭവിച്ചാലും നീ ആ വഴിയിൽ നിന്നൊന്ന് മാറിയിരിക്കും, ഞാൻ ആ ഡീമിനെ ഒന്ന് പോയി കൊന്നോട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ ഷിനുബു. പക്ഷെ നമ്മുടെ ജിയോ അവിടെ നിന്ന് മാറുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു നമ്മുടെ താൻഡ്രവനെ വിളിക്കുവാണ്, എടാ കൊച്ചു പയ്യ, നിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഡീമനാണ്, അത് ഒരു മനുഷ്യനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ തന്നേക്ക്, ഞാൻ കൊന്നേക്കാം എന്ന് പറയുകയാണ് ഷിനുബു. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻഡ്ര പറയുകയാണ്, അയ്യോ ഇതൊരു ഡീമൻ അല്ല, അയ്യോ അങ്ങനല്ല ഇത് ഡീമനാണ്, പക്ഷെ ഇവൾ എൻ്റെ അനിയത്തിയാണ്, ഇവൾ ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ താൻഡ്രോ മൊത്തത്തിൽ കുരഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടാ നമ്മുടെ ഷിനുബു പറയാണ്, എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്, പക്ഷേ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഡീമനാണ്, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡീമനെ കൊല്ലുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളെ കൊന്നേ പറ്റൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വഴിയിൽ നിന്ന് മാറിയിരിക്കാൻ പറയുകയാണ് നമ്മുടെ ഷിനുബു. സമയത്ത് തന്നെ നമ്മുടെ ജിയോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഇവൾ നിന്റെ നെസ്കോനെ കൊല്ലും എന്ന് പറയുകയാണ് നമ്മുടെ ജിയോ. പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ നെസ്കോനെ എടുത്തിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയുകയാണ്, നീ ആണെങ്കിൽ ഡീമൺ സ്ലെയറിന്റെ എല്ലാ റൂൾസും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ നെസ്കോനെ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻഡ്രോയ്ക്ക് ഒട്ടും ശക്തിയില്ല, ഉള്ള ശക്തി വെച്ചാണ് നമ്മുടെ താൻഡ്രോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ താൻഡ്രോ ഇപ്പം താരെ വീരുപാടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. താൻഡ്രോയ്ക്ക് അത്രയും പോലും ശക്തിയില്ല. താൻഡ്രോ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്താണ് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻഡ്രോയുടെ പുറകെ മരത്തിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ഫോളോ ചെയ്ത് ആരൊക്കെയോ വരുന്നുണ്ട്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഷിനുബുവും അതുപോലെ തന്നെ നമ്മുടെ ജിയോയും ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റിലാണ്. നമ്മുടെ ഷിനുബു നമ്മുടെ ജിയോനോട് ചോദിക്കുകയാണ്, നീ ഒരു ഹാസ്ട്ര ടീമിൻ്റെ അകത്തുള്ള ഒരു ഡീമൺ സ്ലെയർ ആയിട്ട് പോലും നീ ഒരു ഡീമനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ എനിക്ക് തരണമെന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഡീമൺ സ്ലെയറും വേറെ ഡീമൺ സ്ലെയറും തമ്മിൽ അടി ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വന്നത്. ഞാനിപ്പം ചെയ്യാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ ഡീമനെയും ആ ചെറുക്കനെയും കണ്ടുപിടിച്ചിട്ട് ആ ഡീമനെ ഞാൻ എങ്ങനെയെങ്കിലും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനുബു അവിടെ നിന്ന് പോവുകയാണ്. കണ്ട നമ്മുടെ ജിയോ ആണെങ്കിൽ നമ്മുടെ ഷിനുബുവിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയുകയാണ്, നീ വെറുതെ എൻ്റെ പുറകെ ഓടി സമയമൊന്നും കളയണ്ട, അത് മാത്രമല്ല നിനക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് എനിക്കറിയാം, പക്ഷെ അതിനുള്ള സമയം എനിക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ ഡീമനെ കണ്ടുപിടിച്ചിട്ട് അതിനെ കൊന്നു കളയെന്ന് പറഞ്ഞ് ഷിനുബു അവിടെ നിന്ന് ഓടിച്ചാടി പൊക്കോണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് വളരെയധികം ദേഷ്യം വന്ന ജിയോ ആണെങ്കിൽ ഒറ്റ ചാട്ടം ചാടുകയാണ്, അതങ്ങ് ആകാശത്ത് വരെ പോകുന്നു. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻഡ്രോയുടെ മണ്ടയ്ക്ക് ഒരാൾ ചാടി അവനെ അങ്ങ് താരോട്ടിടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻഡ്രോയുടെ കയ്യിൽ നിന്ന് നമ്മുടെ നെസ്കോ തെറിച്ചു പോകുന്നുണ്ട്. അവളുടെ ഡ്രസ്സിലോട്ട് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവളും ഒരു ഡീമൺ സ്ലെയർ ആണെന്നുള്ള ഒരു കാര്യം. നോക്കുന്ന സമയത്ത് ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ നമ്മുടെ നെസ്കോന്റെ അടുത്ത് എന്നിട്ട് ആ വാള് ചൂണ്ടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻഡ്രോ ആ ഡീമന്റെ കാലിൽ പിടിച്ച് വലിച്ച് തറയിലോട്ട് ഇടുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ താൻഡ്രോയുടെ മണ്ടയ്ക്കായിരുന്നു ആ ഡീവ വന്ന് വീഴുന്നത്. നമ്മുടെ താൻഡ്രോയ്ക്ക് വളരെയധികം വേദനയൊക്കെ എടുക്കുന്നുണ്ട്. ആ കാല് വെച്ച് അങ്ങ് കൊടുക്കുവാണ്. നമ്മുടെ താൻഡ്രോയുടെ ബോധം അവിടെ വെച്ച് പോവുകയാണ്. പിന്നെ ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ നമ്മുടെ നെസ്കോനെ വെട്ടാൻ വേണ്ടി നെസ്കോയുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ നെസ്കോനെ വെട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നെസ്കോനെ വെട്ടാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ നെസ്കോ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും വെട്ടാൻ ശ്രമിക്കുവാണ്. പക്ഷെ നമ്മുടെ നെസ്കോ തിരിച്ചറ്റാക്ക് ചെയ്യാതെ തന്നെ ചെറുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീമൺ സ്ലെയർ ചിന്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡീമൻ എന്താണ് എന്നെ തിരിച്ചാക്രമിക്കാത്തത്? കാരണം സാധാരണ ഡീമൻസ് ഒക്കെ ആണെങ്കിൽ തിരിച്ചാക്രമിക്കാറുണ്ടല്ലോ. പക്ഷെ ഞാനൊരു ഡീമൺ സ്ലെയർ ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ജോലി എനിക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ ഡീമന്റെ പുറകെ എത്ര നേരം ഓടിയാൽ പോലും ഞാൻ ആ ഡീമനെ കൊന്നിരിക്കും എന്ന് ആ ഡീമൺ സ്ലെയർ മനസ്സിൽ വിചാരിക്കുകയാണ്. വലിയ വാചകമൊക്കെ അടിച്ച് എന്നെ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ നമ്മുടെ ഷിനുബുവിനെ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ജിയോ പിടിച്ച് അവൻ്റെ കയ്യിൽ ഇങ്ങനെ നെക്കി ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോ ഷിനുബുവിനോട് ചോദിക്കല്ലേ, നീയല്ലേ പറഞ്ഞേ നിന്നെ പിടിക്കാൻ പറ്റത്തില്ലെന്ന്, എനിക്ക് 1% പവർ പോലും യൂസ്
ചെയ്യാതെ തന്നെ എനിക്ക് നിന്നെ പിടിക്കാൻ സാധിച്ചു എന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയാണ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് നീ ഇതുവരെ ചുമ്മാ എന്നെ കളിപ്പിക്കുകയൊന്നും അല്ലായിരുന്നു, നീ ശരിക്കും ആ ഡീമനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി നീ ഒരു കാര്യം പറ, ഇനി നീ എന്നോടൊരു സത്യം പറ, എന്തിനാണ് നീ ആ ഡീമനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതൊന്ന് എന്നോട് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഷിനുബു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോ പറയുകയാണ്, ആ ശരി ശരി ശരി, നിന്നോട് ഞാനങ്ങ് പറഞ്ഞേക്കാം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പെൺഡീമനെ അതുപോലെ തന്നെ ആ ചെക്കനെയും കണ്ടുപിട്ടി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ പോവുകയാണോ എന്ന്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജിയോ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ എല്ലാവരെയും തോപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, നിന്റെ വലയിലൊന്നും ഞാൻ വീരത്തിലടാന്ന് പറഞ്ഞിട്ട് അവളുടെ ഷൂയിൽ നിന്ന് ഒരു കത്തി പുറത്തേക്ക് വരുത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ജിയോയുടെ മുഖത്ത് കുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടൊരു കാക്ക വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡീമൺ സ്ലെയർ കോർപ്പിലേക്ക് പോകേണ്ടതാണ്, എത്രയും വേഗം എന്ന് പറഞ്ഞ് കാലറിക്കൊണ്ടിരിക്കുകയാണ് ആ കാക്ക. അത് മാത്രമല്ല, പാൻഡ്രോ എന്ന് പറയുന്ന ഒരു പയ്യനെയും നെസ്കോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും അവർക്ക് ഒരു പോറൽ പോലും വരാതെ അവരെയും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ ആ കാക്ക പറയുകയാണ്. നോക്കുന്ന സമയത്ത് നെസ്കോനെ കൊല്ലാൻ വേണ്ടി പുറകെ നടന്ന ആ ഡീമൺ സ്ലെയറിന്റെ അടുത്തും ആ കാക്ക വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതാണ്ടൊക്കെ മാർക്കിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ ആ ഡീമൺ സ്ലെയറിന് മനസ്സിലാകുന്നു ഈ നെസ്കോയാണ് ഇവർ പറഞ്ഞ നെസ്കോ എന്ന്. അതുമാത്രമല്ല, എനിക്കിപ്പോൾ ഇവളെ കൊല്ലാൻ സാധിക്കത്തില്ല, എത്രയും വേഗം ഇവളെ പിടിച്ചോണ്ട് എനിക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണമെന്ന് ആ ഡീമൺ സ്ലെയറിന് മനസ്സിലാവുന്നു. അങ്ങനെ അവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡീമൺ സ്ലെയർ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പഴുക്ക് പറ്റിയ എല്ലാ ആൾക്കാരെയും നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവാണ് ഡീമൺ സ്ലെയർ. അതുമാത്രമല്ല, ഇതേ സമയം മരത്തിന്റെ മണ്ടയ്ക്ക് നമ്മുടെ ഇനോസ്കയെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഇതേ സമയം ഡീമൺ സ്ലെയർസ് ഒക്കെ നമ്മുടെ ഇനോസ്കയെ കണ്ടെത്തുകയാണ്. ഒരു മരത്തിന്റെ മണ്ടയ്ക്ക് കെട്ടിയിട്ടിരിക്കുന്നു. നമ്മുടെ ഇനോസ്കയെ കണ്ടിട്ട് ഒരു ഡീമനാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ അവർ മാസ്ക് ഒക്കെ പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ ഒരു മുഖം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവാണ് ഇതൊരു മനുഷ്യനാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവനെയും ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സെനിറ്റ്സുനെ ആണെങ്കിൽ ഒരു മമ്മിയൊക്കെ ഉള്ളതുപോലെ തന്നെ പാസ്റ്റർ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നമ്മുടെ സെനിറ്റ്സുന് മനസ്സിലാവുന്നില്ല. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻഡ്രോനെയും അതുപോലെ തന്നെ നമ്മുടെ നെസ്കോനെ ഓടിച്ചുകൊണ്ടിരുന്ന ഡീമൺ സ്ലെയറിനെ കാണിക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സുന് മനസ്സിലാവാണ് ഇവളും ഞങ്ങളുടെ കൂടെ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡീമൺ സ്ലെയർ കോമ്പറ്റീഷനിൽ ഇവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവളും ഇവിടുത്തെ ഒരാളാണോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അങ്ങനെ രാവിലെ ആവുകയാണ്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരുപാടധികം സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു. മാത്രമല്ല, ഡീമൺസ് ഒന്നും ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ വിസ്തീരിയ പൂവൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര സമയമായിട്ടും നമ്മുടെ താൻഡ്രോയുടെ ബോധം ഇതുവരെ വന്നിട്ടില്ല. ഇതേ സമയത്ത് തന്നെ ഒരു ഡീമൺ സ്ലെയർ നമ്മുടെ താൻഡ്രോനെ അടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻഡ്രോയ്ക്ക് ബോധം വരികയാണ്. ബോധം വന്നപ്പം തന്നെ അയ്യോ നെസ്കോയ്ക്ക് എന്ത് പറ്റി, അയ്യോ നെസ്കോനെ ആരെങ്കിലും പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻഡ്രോയുടെ മുമ്പിലാണെങ്കിൽ ഹാഷ്റാസ് ഒക്കെ വന്ന് നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 21ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുമാത്രമല്ല, ഞാൻ നറൂട്ടോ എക്സ്പ്ലനേഷൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം കാണാം.